ഒരു സമൂഹം എന്ന നിലയിൽ, അത് മലയാളി സമൂഹത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഭാരതീയ സമൂഹത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ ലോകമെമ്പാടും ഇന്ന് നമ്മുടെ ഇത്തരത്തിലുള്ള ഓരോ കാഴ്ചപ്പാടുകളെയും നാം തിരഞ്ഞെടുക്കുന്ന ഓരോ തീരുമാനത്തെയും സ്വാധീനിക്കുന്ന ഒരു വലിയൊരു ശക്തി എന്ന് തന്നെ പറയേണ്ടി വരും. സമ്മർദ്ദം എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, ശക്തി എന്ന് തന്നെ പറയും. ആ ഒരു ശക്തി ഉപഭോക്തൃ സംസ്കാരം എന്നുള്ളതാണ്. ദ വേൾഡ് ഇസ് എ മാർക്കറ്റ് ടുഡേ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ചൊരു അതിശയോക്തി നമുക്ക് ആർക്കും ഉണ്ടാവേണ്ടതില്ല. ഈ ലോകം മൊത്തം ഒരു വിപണിയാണ് ഇന്ന്. അപ്പം ഈ ഒരു വിപണിയിൽ ഇന്നുണ്ടാകുന്ന ഈ ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് യൗവനത്തെ ഒരു നേട്ടമായി കണക്കാക്കുകയും ഒരുപക്ഷെ വാർദ്ധക്യത്തെ അല്ലെങ്കിൽ പ്രായമാകുന്നതിനെ ഒരു കോട്ടമായി കണക്കാക്കുകയും ചെയ്യുക എന്നുള്ളത്. നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ആദ്യം നമ്മുടെ ഒരുപാട് ലാഭം കൊയ്യുന്ന വ്യവസായങ്ങൾ ലോകത്തുണ്ട്. അതിൽ ഏറ്റവും അധികം ലാഭം കൊയ്യുന്ന വ്യവസായങ്ങളിൽ രണ്ടെണ്ണം, ഒന്ന് ഫാർമസ്യൂട്ടിക്കൽസും മറ്റൊന്ന് കോസ്മെറ്റിക്സുമാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഒരു ശരാശരി അതിൻ്റെ പ്രോഡക്ട്സിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഏറ്റവും അധികം പ്രോഡക്ട്സ് വിറ്റഴിക്കുന്നത് ആൻറ്റി ഏജിങ് ആയിട്ടുള്ള കോസ്മെറ്റിക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രായമാവുന്നത് എന്തൊരു തെറ്റാണ് എന്നുള്ളൊരു മട്ടിൽ നമ്മളെ വിശ്വസിപ്പിച്ച് നര വരുന്നത് മുതൽ, ജര വരുന്നത് മുതൽ, ചുളിവ് വരുന്നത് മുതൽ, ശരീരത്തിൽ വളരെ സ്വാഭാവികമായി നൈസർഗികമായി മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ ആഘോഷിക്കുന്നതിനു പകരം അതൊക്കെ എന്തോ നമ്മുടെ ഒരു പിഴവ് കാരണം നമ്മൾക്ക് സംഭവിച്ചു പോകുന്നതാണ് എന്ന് നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ച് അത് മാറ്റിയെടുക്കാനായിട്ടുള്ള അവരുടെ പ്രോഡക്ട്സ് നമ്മൾ വാങ്ങാനുള്ള ഒരു സമ്മർദ്ദമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെയോ ഒരു പ്രോഡക്റ്റിൻ്റെയോ ഒന്നും ഒരു ഫലമല്ല. ഇത് ഒരു പക്ഷേ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ഇങ്ങനെ ഒരു ഗൂഢലക്ഷ്യം വെച്ചത് ആരംഭിച്ചത് പോലുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതെല്ലാം കൂടി കൂട്ടിക്കെട്ടി ആവരണം ചെയ്ത് വന്നപ്പോൾ ഇപ്പം ആൻറ്റി ഏജിങ് എന്നുള്ളത് ഒരു വലിയൊരു റേജാണ്. ആൻറ്റി ഏജിങ് എലിക്സേഴ്സ് വരെയുണ്ട് ഇന്ന്. ചെറിയ പോർഷനിലുള്ള ഏതൊരു മരുന്ന് കുടിച്ചാൽ പിന്നെ പ്രായമാവില്ല എന്ന് പറയുന്ന തരത്തിലുള്ള സാമഗ്രികൾ വരെ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ഉണ്ട്.